ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ അനുഭവിക്കുന്ന പല രോഗികളും കുറേ കാലം ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്. അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ നോർമലായിരിക്കാം, അവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് നോർമലായിരിക്കാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫ്ലമേഷനും ബാക്കിയുള്ള പാരാമീറ്റേഴ്സും മാറാനായിട്ട് കുറച്ച് സമയമെടുക്കാം. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ബ്ലഡ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോർമലായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സിംറ്റംസ്, അതായത് രോഗലക്ഷണങ്ങൾ, എക്സ്പെഷ്യലി ഒരു റീസണും ഇല്ലാതെയുള്ള ടയേർഡ്നെസ്, ബ്രെയിൻ ഫോഗ്, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലാത്ത ബോഡി പെയിൻ, അങ്ങനെയുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടുതലാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫ്ലമേഷൻ വരാനായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തി ആ കാരണങ്ങളെ റിമൂവ് ചെയ്ത് നമ്മളെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയിലേക്ക് എത്താത്ത രീതിയിലേക്കുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോർമലാണെങ്കിലും അത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ള അർത്ഥമില്ല. മറിച്ച് ആ ബ്ലഡ് ടെസ്റ്റുകൾ ഓട്ടോ ഇമ്മ്യൂണിറ്റീനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമേ അതിന് ഒരു മീനിങ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇൻഫ്ലമേഷൻ വരുന്നത്, അതിനെ കണ്ടെത്തി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും റൂട്ട് കോസ് ഹീലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.